എനിക്ക് നൽകണേ എന്നത്. അപ്പം 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ദീൻ നന്നാക്കി കിട്ടണം, 2 ദുനിയാവ് നന്നായി കിട്ടണം, 3 ആഖിറം നന്നായി കിട്ടണം. പണ്ഡിതന്മാർ പറയുന്നു ഈ പ്രാർത്ഥന പ്രത്യേകത ഹാദാ ഹദീസുൻ ജാമിഉൻ ലി അൻവാഇൽ ഖൈറാത്തി കുല്ലിഹാ എന്ന, നന്മകളുടെ എല്ലാ ഇനങ്ങളെയും സംഗമിക്കുന്ന പ്രാർത്ഥനയാകുന്നു ഈ പ്രാർത്ഥന. ഏതെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ആശയമുള്ള പ്രാർത്ഥനയാണിത്. ദുന്യാവിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, ആഖിറത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ഇതിലുണ്ട്. നബിയുടെ പ്രത്യേകതയാണ് നബിക്ക് ജവാമിഉൽ കരീം നൽകപ്പെട്ടു എന്നത്. ജവാമിഉൽ കരീം എന്നാൽ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയമുള്ള കാര്യങ്ങൾ പറയുക. നബിക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകതയാണ്. ചെറിയ ചെറിയ വാക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ വാക്കിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളും. അതാ ജവാമിഉൽ കരീം. ഉഅ്തീതു ജവാമിഉൽ കരീം. നബി തങ്ങൾ പറഞ്ഞു എനിക്ക് ജവാമിഉൽ കരീം നൽകപ്പെട്ടിരിക്കുന്നു. കുറേ നീട്ടിപ്പടിച്ച് പറയൽ നബിയുടെ ശൈലിയല്ല. നബി വളരെ കുറച്ച് അവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ അതിലെല്ലാം ഉണ്ട്. നബിയുടെ പ്രാർത്ഥനകൾ ഒക്കെ അങ്ങനെയാണ്. നബി പഠിപ്പിച്ച എല്ലാ ദുആകളും ഒക്കെ എടുത്തു നോക്കിയാൽ ഒക്കെ അരവരി, 1 വരി, 2 വരിയൊക്കെയാണ് നബി പഠിപ്പിച്ച ദുആകളൊക്കെ. എന്നാൽ ആ ദുആയിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാം ഉണ്ടാവും ചെയ്യും. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ സംഗതിയും പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒന്നാകെ 1 പേജ് വലിപ്പമുള്ള 2 പേജ് വലിപ്പമുള്ള ദുആ ഉണ്ടോ വെച്ചാൽ എവിടില്ല. അത്തരം ദുആകളല്ല ഈ ഉമ്മത്തിൻ്റെ ശൈലി. ഈ ഉമ്മത്തിൻ്റെ ശൈലിനെ ചുരുങ്ങിയ വാക്ക് ഉപയോഗിക്കുക, അതിൽ കൂടുതൽ ആശയം ഉണ്ടാകാം. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് ദുആ എത്ര നീട്ടിയോ അത്രയും മനുഷ്യന്മാർക്ക് ആവേശമാണ്. നബി പഠിപ്പിച്ച ദുആ മാത്രം നിർവഹിച്ചാൽ ദുആ ആയിട്ട് പരിഗണിക്കൂല. പിന്നെ യാത്ര പോകുമ്പോൾ നബി പഠിപ്പിച്ച ദുആ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. എല്ലാം വിട്ടൊരു നിന്റെ ദീനും അതേപോലെ നിന്റെ അമാനത്തും നിന്റെ അമലുകളുടെ പര്യവസാനവും എല്ലാം കാത്തു സൂക്ഷിക്കാൻ ഞാൻ അള്ളാഹിനെ ഏൽപ്പിക്കുന്നു. അതാണ് അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. അതെല്ലാം വിട്ടല്ലോ. നമ്മൾ ഞാൻ ഒരു വഴിക്ക് യാത്ര പോവാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഇതാണ്. എന്നാൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഗൾഫൊക്കെ പോകുമ്പോൾ ഉസ്താദിനെ പേക്ക് വിളിച്ചു ദ്വാരിക്കാൻ വേണ്ടി ഉസ്താദ് വന്ന് ഇത് മാത്രം ദ്വാരുന്നു, തൃപ്തിയാവൂല. ഇത് മാത്രം ദ്വാരുന്നാൽ ഹലോ ഉസ്താദ് ദ്വാരിക്കി എന്നാലേ പറയുള്ളൂ, അതിന് പൈസ കൊടുക്കൂല. ഇത് മാത്രം ദ്വാരുന്നാലിട്ട് ആരും പൈസ കൊടുക്കൂല. അത് ഉസ്താദിനും അറിയാം. അപ്പോഴാണ് പിന്നെ ഒരു അൽഫാത്തിയെ വിളിച്ച് കുറച്ച് വലിച്ചു നീട്ടി വല്ലവരും ദുആ നടത്തിയാലാവും, ഒരു റാഹത്തായി 10-5 രൂപ കൊടുത്താലും വേണ്ടില്ല എന്നാണ് ഉണ്ടാവുക. അപ്പം നബി തങ്ങൾ പഠിപ്പിച്ച ദുആകളൊക്കെ ജവാമിഉൽ കരീമാണ്. ഒരു സ്വഹാബിയുടെ മകൻ പ്രാർത്ഥിക്കുന്നത് സ്വഹാബി കേൾക്കുകയാണ്. അബ്ബേ എനിക്ക് സ്വർഗത്തിൽ കൊട്ടാരം വേണം, ആ കൊട്ടാരത്തിൽ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ ഉള്ളിപ്പുറക്കി പറയാണ്. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു മോനെ ഇത് വേണ്ട നിർത്തിക്കളുക, നീ അള്ളാഹിനോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കുക. അതെല്ലാം പെട്ടു. ഇന്നലെ ഖുർആൻ ആയത്ത് ഓതി കൊടുത്തു. അല്ലാഹ് പറഞ്ഞ് റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ ആയത്ത്. റബ്ബിനോട് നിങ്ങൾ സ്വകാര്യമായും ഭക്തിയോടെയും പ്രാർത്ഥിക്കുക, അതിന് വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇത് അതിന് വിട്ട പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഇത് വേണ്ട, നീ ജന്നത്തുൽ ഫിർദൗസ് ചോദിച്ചോ എങ്കിൽ എല്ലാമായല്ലോ. അപ്പം അങ്ങനെ കുറേ എണ്ണി പറഞ്ഞുള്ള പ്രാർത്ഥനകൾ അത് അള്ളാഹ്ക്കും ഇഷ്ടമില്ലെന്നാണ്. ദുആയുടെ മര്യാദ ഏറ്റവും ചുരുക്കി പറയാം, ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അത് നമ്മൾ ദുന്യാവിൽ പങ്കെടുത്ത ദുന്യാവിൻ്റെ കാര്യത്തിൽ മനുഷ്യന്മാർ തമ്മിലാണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ പോലെ ഒരു കാര്യപ്പെട്ട ആളെ കാണാൻ പോവുകയാണെങ്കിൽ അതൊന്നാകെ പറയുന്നല്ലോ. വലിയ കാര്യപ്പെട്ട ആളെ കാണാൻ പോകുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നിടത്താണ് 1 മിനിറ്റ്, 1/2 മിനിറ്റ്, 2 മിനിറ്റ്. അപ്പം പല ആൾ ഏറ്റവും മാറ്റി കൊടുക്കി അത് പറഞ്ഞിട്ട് പോരും. അല്ല അവിടെ തൽക്കുന്നത് മുതലേ കഥ പറയാനൊന്നും അവസരം കിട്ടില്ല. ഒരു അപേക്ഷ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുക്കി 5-6 വരികളിൽ അത് മാത്രമേ എഴുതിയിട്ട് അത് കൊടുക്കുകയുള്ളൂ. അല്ലാണ്ട് 10 പേജ് എഴുതിയിട്ടതാ എനിക്ക് മലയാളമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ അയാൾ കിട്ടൂല. അപ്പം മനുഷ്യന്മാരുടെ സ്വഭാവം അതാണ്. മനുഷ്യന്മാർ തന്നെയും അങ്ങനെയാണ്. ആള് സ്ഥാനം കൂടുന്നതനുസരിച്ച് നമുക്ക് പറയാനുള്ള ഏറ്റവും ചുരുക്കിയാണ് പറയുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും ജവാമിഉൽ കരീം നബിയുടെയും ഈ ഉമ്മത്തിൻ്റെയും പ്രത്യേകത അതാണ്. ചുരുങ്ങിയ വാക്കുകൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയോട് ഒരാൾ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അപ്പം ഇയാൾക്കൊരു റാഹത്തായില്ല. അപ്പം ഇയാളെ പറഞ്ഞു കുറച്ചും കൂടി അധികം എനിക്ക് വേണ്ടി ദുആ ചെയ്യണം.
അപ്പോഴും അദ്ദേഹം റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇയാൾ പറഞ്ഞു സിദ്, അത് പോരാ, ഞങ്ങൾ കുറച്ചുകൂടി ദോരിക്കരുത്. അപ്പോൾ വീണ്ടും പറഞ്ഞു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അപ്പോൾ ഇയാൾ പിന്നെയും പറഞ്ഞു. അപ്പോൾ ഇവനും പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ഏറെ വേണ്ടി വെച്ചു. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറും ഇതിലുണ്ട്, ഞാൻ അപ്പുറത്ത് വേറെ എന്താ ചോദിക്കാനുള്ളത് എന്ന്. അപ്പം അതാണ് അവരുടെയൊക്കെ ഒരു ശൈലി. അപ്പം അതിന് വിടുക എന്നുള്ളത് എല്ലാത്തിനും വരാം, വാചകളിൽ വരാം, ശബ്ദത്തിൽ വരാം, അതും അതിന് വിടലാണ്. ഉറക്കെ പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ളതല്ല. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. സക്കറിയ നബിയുടെ പ്രാർത്ഥന അല്ലാഹു പറഞ്ഞപ്പോൾ അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്തു, നിദാഅൻ ഖഫിയ്യ, സ്വകാര്യമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. എത്ര പതുക്കെയാകുന്നുവോ അത്രയും അല്ലാഹ്ക്കത് ഇഷ്ടമാണ്. നാം സഹാബിമാർ നബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ ഒരിങ്ങനെ ഒരു കുന്നും മലയും താണ്ടി നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ മലയൊക്കെ ഇങ്ങനെ കയറി ഒരിങ്ങനെ പോകുമ്പോൾ ഒരു ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി തക്ബീർ ചൊല്ലി നബിനെ പോലെ പോകുമ്പോൾ നബി പറഞ്ഞു ഇർബഉ അലാ അൻഫുസിക്കും, ഒരു മിതത്വം പാലിക്കുക, അങ്ങനെ നിങ്ങൾ വെറുതെ വലിയ ഒച്ച ഉണ്ടാക്കണ്ട, അള്ളാഹു കേൾക്കാത്തവരൊന്നുമല്ല, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നവരാവുന്ന അല്ലാഹു തആല എന്ന് നബി അവിടെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്.